നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഇത്തവണ മുഖവുരയില്ലാതെ ചില മുദ്രാവാക്യം വിളികൾ കേൾക്കാം, ഒന്ന് കാണാം. കേട്ടല്ലോ. ഗോ ഇന്ത്യ ഗോ ബാക്ക്, ഗോ ഇന്ത്യ ഗോ ബാക്ക്. എവിടെയാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി 1969 ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്ത് സ്ഥാപിച്ച വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഗോ ഇന്ത്യ ഗോ ബാക്ക്. ഇവർക്ക് ഹോസ്റ്റലിൽ ഒരു മാസത്തെ വാടക 11 രൂപയാണ്. 11 രൂപ. ഒരു വർഷത്തെ ഫീസ് 219 രൂപ. അത് തന്നെ 2 ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. ഇതൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ. എന്നിട്ട് അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഗോ ഇന്ത്യ ഗോ ബാക്ക്. കശ്മീർ കോ ദേ ദേ ആസാദി, കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുക്കുക. കേരൾ കോ ദേ ദേ ആസാദി, കേട്ടിട്ടുണ്ടോ ഇന്നുവരെ? കേരളത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ മുദ്രാവാക്യങ്ങൾ നിങ്ങളെ മനഃപൂർവ്വം ഞാൻ കേൾപ്പിച്ചതാണ്. കാരണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് മൂടിവെച്ചു. ഇതുകൊണ്ടായില്ല, അടുത്ത സെറ്റുണ്ട് മുദ്രാവാക്യങ്ങൾ. അതും കൂടെ നമുക്കൊന്ന് കാണാം, കേൾക്കാം. अफजल की हत्या नहीं सहेंगे। കേട്ടല്ലോ. ഭാരത് കി ബർബാദി തക് ജംഗ് ചലേഗി, ജംഗ് ചലേഗി. എന്താ ഇതിനർത്ഥം? ഭാരതത്തിന്റെ ബർബാദി. ബർബാദി എന്ന് പറഞ്ഞാൽ എന്താ? തെണ്ടി പണ്ടാരമടങ്ങുക. അതിനാണ് ബർബാദി എന്ന് പറയുന്നത്. അതുവരെ ഞങ്ങൾ യുദ്ധം നയിക്കും, യുദ്ധം നയിക്കും. ഏത്? 11 രൂപയ്ക്ക് ഞാനും നിങ്ങളുമൊക്കെ സബ്സിഡി കൊടുത്ത് താമസിപ്പിച്ച ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വന്ന പിള്ളേര് വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ആരാണ് ഇവരുടെ പിന്നിൽ? അതൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ? ഈ കേൾക്കുന്ന കഥകളൊക്കെ ഒന്ന് പൊളിച്ചെഴുതി സത്യം മനസ്സിലാക്കേണ്ടതല്ലേ? പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് മൂടിവെച്ചു എന്നുള്ളതാണ്. ഫെബ്രുവരി 9 വൈകുന്നേരവും 10 പകലുമായിട്ടാണ് ഈ മുദ്രാവാക്യം വിളിയെല്ലാം നടന്നിട്ടുള്ളത്. ഈ ബഹളം ലഹള മുഴുവൻ നടന്നിട്ടുള്ളത്. എന്നിട്ട് 3-4 ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ മൗനം പാലിച്ചു. ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടേ ഭാവിച്ചില്ല. ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലുകളും രാപകലില്ലാതെ ഇത് കാണിക്കുകയും ഇതിനെ ചൊല്ലി ചർച്ചയും വാഗ്വാദവും വാക്കേറ്റവും സംഘർഷവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. മുഖ്യധാര എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ, കേട്ടോ, എല്ലാവരെയും ഞാൻ പറയില്ല, ചിലരെങ്കിലുമൊക്കെ അത് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അത് വേണ്ട പോലെ എത്തേണ്ടവരിൽ എത്തിയില്ല. അതുകൊണ്ടാണ് നിർഭാഗ്യകരമായ, പ്രതിഷേധാർഹമായ ഈ മുദ്രാവാക്യങ്ങൾ എനിക്ക് നിങ്ങളെ പൊളിച്ചെഴുത്തിലൂടെ കേൾപ്പിക്കേണ്ടി വന്നത്. ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഒരുപക്ഷെ തുടക്കം മുതൽ തന്നെ ഭാരതവിരുദ്ധരുടെ, ദേശവിരുദ്ധരുടെ ഒരു അഡ്ഡയായിരുന്നു, താവളമായിരുന്നു. ഇവിടെ നിന്ന് പാസ്സായി വന്ന ഭൂരിപക്ഷം ആൾക്കാരെയും, അവരൊക്കെ രാഷ്ട്രീയത്തിൽ പല നല്ല നിലകളിലൊക്കെ, ഉയർന്ന നിലകളിലൊക്കെ വന്നു. അവരെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആരൊക്കെയാണ് ഇവിടുത്തെ പ്രോഡക്ട്സ്. ഒന്ന്, നമ്മുടെ ദിഗ്വിജയ് സിംഗ്, കൊള്ളാവുന്ന മനുഷ്യനാണല്ലോ. അദ്ദേഹമാണ് ബിൻ ലാഡനെ ലാഡൻജി എന്ന് ബഹുമാനിച്ച് വിളിച്ച മനുഷ്യൻ. അദ്ദേഹം ഇപ്പൊ ഈ പിള്ളേരുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് വല്ലതും അതിശയിക്കാനുണ്ടോ? അദ്ദേഹം
പ്രൊജക്റ്റ് ചെയ്യുന്ന ആളാണ്, പ്രധാനമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി അവിടെ പോയതിൽ നമുക്ക് അതിശയിക്കാനുണ്ടോ? ഇതാണ് ആ യോഗ്യൻ ദിഗ്വിജയ് സിംഗ്. അടുത്തത് നമ്മുടെ പ്രകാശ് കാരാട്ട്. തരം കിട്ടിയാൽ ഭാരതത്തെ 16 കഷണമാക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. 1946 ഇന്ത്യ വിഭജനത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യ 2ആക്കിയല്ല 16 വേണം വിഭജിക്കാൻ എന്ന് എഴുതി ബ്രിട്ടീഷുകാർക്ക് കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്മുറക്കാരാണ് ഈ പ്രകാശ് കാരാട്ട്. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അടുത്ത പ്രോഡക്റ്റാണ് ഇപ്പൊ വലിയ ഉസ്താദ് കളിക്കുന്ന സീതാറാം യെച്ചൂരി. ഇപ്പൊ പറയുന്നത് അങ്ങേരെ ആരോ തല്ലാനോ കൊല്ലാനോ വരുന്നോ, അങ്ങേരെ പേടിച്ചിട്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്, പോലീസ് സംരക്ഷണം തേടിയിരിക്കുകയാണെന്നൊക്കെ കേട്ടു. ഈ ധീര വീരശൂര പരാക്രമി ആരുടെയോ ഫോൺ കോൾ കേട്ടപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അതാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹവും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രോഡക്റ്റാണ്. ഇരിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ഐസക്, അദ്ദേഹവും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ പ്രോഡക്റ്റാ. ഇപ്പൊ മനസ്സിലായല്ലോ ഇവരുടെയൊക്കെ ലീനിയേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവരൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ ഈ കുട്ടികളെ തയ്യാറാക്കി വിട്ട് ഈ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത്. സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്, പൊറുക്കാൻ പറ്റുന്ന കാര്യമാണ്. പോട്ടെ, ആ മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള സത്യം മറച്ചു വയ്ക്കുന്ന മാധ്യമ തമ്പുരാക്കന്മാരുടെ പ്രവൃത്തി പൊറുക്കാൻ പറ്റുന്നതാണോ, സഹിക്കാൻ പറ്റുന്നതാണോ? ചോദ്യം ചെയ്യേണ്ടതല്ലേ ഇതെല്ലാം? കേരളത്തിൽ ഇങ്ങനത്തെ രാജ്യദ്രോഹ പ്രവൃത്തികൾ പൊതിഞ്ഞു പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ എല്ലാം തുറന്നു കാണിക്കേണ്ടത്, പൊളിച്ചു കാണിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്, ഓരോ രാജ്യസ്നേഹിയുടെയും ചുമതലയാണ് എന്ന് ഞാൻ കരുതുന്നു. അതിനു വേണ്ടിയിട്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പൊളിച്ചെഴുത്ത് ഞാൻ സമർപ്പിക്കുന്നത്. ഫെബ്രുവരി 9-ാം തീയതിയും 10-ാം തീയതിയും ഇത് നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊന്ന് പരിശോധിക്കണ്ടേ? ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട. അവരെന്ത് ചെയ്യായിരുന്നു എന്നുള്ളതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ ദിവസത്തെയും പ്രധാന വാർത്തകളുടെ തുടക്കം ആദ്യത്തെ തലക്കെട്ടായിട്ട് വരുമല്ലോ. എല്ലാവരും ചെയ്യുന്നതാണ്. പ്രധാന വാർത്തയിൽ ആദ്യത്തെ തലക്കെട്ട്. ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും എല്ലാം ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഈ ദുർഘടം പിടിച്ച ഈ മുദ്രാവാക്യം വിളി, അപകടം പതിയിരിക്കുന്ന ഈ മുദ്രാവാക്യം വിളി, ഇത് അവർ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമം, ഏറ്റവും വലിയ റീച്ചുള്ള മാധ്യമം എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാനെറ്റ്, അവരുടെ വാർത്തയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ത്രിമൂർത്തികളോ? കോൺഗ്രസിന്റെ തലപ്പത്ത് ആര് വരും എന്നുള്ള ചർച്ചയാണ് ഏഷ്യാനെറ്റിന്റെ മുഖ്യ വാർത്ത. ഈ മാധ്യമം ദേശദ്രോഹികളെ പൊതിഞ്ഞു പിടിച്ചു എന്ന് ഞാൻ ആരോപിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അടുത്തത് നമ്മുടെ മാതൃഭൂമിയാണ്. സ്വാതന്ത്ര്യ സമരം സ്വന്തം കീശയിലിട്ട് നടക്കുന്ന പത്രം, KP കേശവമേനോൻ തുടങ്ങിയ പത്രം, എന്തെല്ലാം വലിയ മഹത്തായ സ്വാതന്ത്ര്യ സമര പാരമ്പര്യം പറയുന്ന പത്രമാണ്. ആ പത്രം മുൻകൈയെടുത്ത് അവരെ സ്പോൺസർ ചെയ്ത് നടത്തുന്ന ചാനലാണ് മാതൃഭൂമി. ആ മാതൃഭൂമി ഇത് കാണിച്ചോ? അവരും കാണിച്ചില്ല. അവരുടെ ഹെഡ്ലൈൻ ഒന്ന് നോക്കൂ. കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്ന് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് വരെ തമ്മിലടി ഒഴിവാക്കണമെന്ന് KPCC വിശാൽ എക്സിക്യൂട്ടീവിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തമ്മിൽ തല്ലിന് താൽക്കാലിക വിരാമമോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫ് MLA, CPM നേതാവ് രാജു എബ്രഹാം MLA. അവർക്കറിയേണ്ടത് കോൺഗ്രസിലെ തമ്മിൽ തല്ല് ഇതുകൊണ്ട് അവസാനിക്കുമോ? ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് കൊണ്ട് നോക്കണം. ഇവിടെ ദേശദ്രോഹ വിരുദ്ധ പ്രവൃത്തികൾ നമ്മുടെ തലസ്ഥാനത്ത് തന്നെ നടക്കുന്നു. ആ സമയത്ത് അവർക്ക് കോൺഗ്രസിലെ തമ്മിൽ തല്ല് തീരുമോ എന്നാണ് അവർക്കറിയേണ്ടത്. അവരുടെ മുഖ്യ വാർത്ത അതാണ്. പീപ്പിൾ ചാനൽ ദോഷം പറയരുതല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചാനലാണ്, നമുക്കാർക്കും കുറ്റം പറയാൻ പറ്റില്ല. അവരറിഞ്ഞതായിട്ടേ ഭാവിച്ചില്ല. അവരുടെ ചർച്ച എന്താ? CBI ഇപ്പോഴും കൂട്ടിലടച്ച തത്തയാണോ? മൻമോഹൻ സിംഗിന്റെ കൂട്ടിൽ നിന്ന് മോദിയുടെ കൂട്ടിലേക്ക് മാറിയ തത്തയാണോ CBI? വലിയ ചർച്ചയല്ലേ, വലിയൊരു കാര്യമല്ലേ? ദേശദ്രോഹ പ്രവൃത്തി മറച്ചു വയ്ക്കാനായിട്ട് ഇതിലും നല്ലൊരു വിഷയം വേറെ അവർക്ക് കിട്ടാനുണ്ടോ? പക്ഷെ ഒരു കാര്യം, ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അവരത് ഒളിച്ചൊന്നും വയ്ക്കാറില്ല. അവർ ദേശവിരുദ്ധരാണ്. അക്കാര്യത്തിൽ അവർക്ക് അഭിമാനവും ഉണ്ട്. തരം കിട്ടിക്കഴിഞ്ഞാൽ ഭാരതത്തെ 10-16 കഷണമാക്കാൻ കാത്തിരിക്കുന്ന ടീമാണ്. അതിൽ തെറ്റ് പറയാൻ എന്താ? അവരത് തുറന്നു പറയുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. കുറഞ്ഞപക്ഷം കാപട്യമില്ല എന്നെങ്കിലും നമ്മൾ സമ്മതിക്കണം. പീപ്പിൾ ചാനലിന്റെ പ്രധാന വാർത്ത കേട്ടു നോക്കുക. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മൻമോഹൻ സിംഗിന്റെ കൂട്ടിൽ നിന്നും സംഘ് പരിവാറിന്റെ കൂട്ടിലേക്കോ ആ തത്ത പോകുന്നത്?
RSS കാണിക്കുന്നത് അധികാരത്തിന്റെ തിണ്ണമെടുക്കോ? ചർച്ച ചെയ്യാം നമുക്ക്. ഇനിയാണ് കേരളത്തിലെ മഹത്തായ വേറൊരു ചാനൽ. 1888 സ്ഥാപിച്ച മനോരമ സ്പോൺസർ ചെയ്യുന്ന മനോരമയുടെ സ്വന്തം ചാനലായ മനോരമ ന്യൂസ്. മനോരമയുടെ പ്രധാന വാർത്ത രാഹുൽ ഗാന്ധിയുടെ വരവും അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ വാക്കുകളുമാണ് മനോരമയ്ക്കും ചർച്ച ചെയ്യാൻ തോന്നിയത്. ദേശദ്രോഹ പ്രവൃത്തി പുറത്തു കൊണ്ടുവരേണ്ട ഒരു ചുമതല മനോരമയ്ക്കെങ്കിലും ഉണ്ടായിരുന്നു. അവരും അത് ചെയ്തില്ല. അവരുടെ വാർത്തയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തമ്മിലടിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കരുതെന്ന് നേതാക്കളോട് രാഹുൽ ഗാന്ധി. There is only one thing that the Congress party needs to do. The CPM cannot defeat the Congress party in Kerala. The Congress party can defeat the Congress party in Kerala. ഇനി അതിരിക്കട്ടെ, ഇത് കേരളത്തിലെ കാപട്യം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഈ കലാപത്തിന്റെ കാരണമെന്താ? പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു എന്ന രാജ്യദ്രോഹി. ഇപ്പോഴൊന്നുമല്ല, 2013 തൂക്കിലേറ്റിയതാ. ആര്? ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്, പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം പ്രസിഡന്റ് ദയാഹർജി തള്ളിയിട്ട് തൂക്കിക്കൊന്ന വ്യക്തിയാണ് അഫ്സൽ ഗുരു. ആ അഫ്സൽ ഗുരുവിന്റെ വാർഷികം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ അവർ കൊണ്ടാടാൻ തീരുമാനിച്ചത്. ആ അഫ്സൽ ഗുരുവിനെ കൊന്നത് തെറ്റായിപ്പോയി. ശരി, തെറ്റായിപ്പോയെങ്കിൽ തെറ്റായിപ്പോയി. യാക്കൂബ് മെമനെ തൂക്കിലേറ്റിയപ്പോഴും ആ വിചാരണ ശരിയായില്ല, അതിൽ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഇതുപോലെ വാദങ്ങളും ഒക്കെ ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ഇറങ്ങിയതാണെന്നും ഓർക്കണില്ലേ? MA ബേബിയുടെയൊക്കെ വിഖ്യാതമായ നിലപാട്. എവിടുന്നോ ഏതോ ലേഖനം തപ്പിയെടുത്തുകൊണ്ട് വരിക. ഏത് കംപ്ലീറ്റ് ലോവർ കോർട്ട് മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി, പ്രസിഡന്റ് ദയാഹർജി, ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഒരു മനുഷ്യനെ തൂക്കിലിടുന്നത്. തൂക്കിലിട്ട് കഴിയുമ്പോൾ പിന്നെ അതിനെ ചൊല്ലൊരു ലേഖനം എഴുതിയിട്ട് ആ ലേഖനം വെച്ചിട്ട് ഇയാളെ വെറുതെ വിടണമായിരുന്നു എന്ന് വാദിക്കുന്ന അത്രയും അപഹാസ്യമായ രീതിയിൽ ആൾക്കാർ വാദിക്കാറുണ്ട്. ഈ കേസിലും അത് വാദിച്ചോട്ടെ, കുഴപ്പമില്ല. അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് തെറ്റായിപ്പോയി എന്ന് ആർക്കും വാദിക്കാം. അവരുടെ വാദമുഖങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പൊതുജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതൊന്നുമല്ല ചെയ്യുന്നത് ഭാരത് കി ബർബാദി തക് ജംഗ് ലഹേഗി ജംഗ് രഹേഗി. ഇതിന്റെ അർത്ഥം എന്താ? ഇതിനെ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണച്ചത് എന്തുകൊണ്ടാണ്? CPIയുടെ വിദ്യാർത്ഥി വിഭാഗമായ AISFന്റെ നേതാവാണല്ലോ ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നത്. AISF നേതാവ് ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. ഒന്നും ചെയ്യാതെ ഒരാൾ അറസ്റ്റ് ചെയ്യുമോ? ഞാനും നിങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നതല്ലേ? അല്ല, അത് കരുതിക്കൂട്ടി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ AISFനെ തകർക്കാൻ നോക്കുന്നു. എന്റെ ദൈവമേ, കേരളത്തിൽ തന്നെ വലിയ ശക്തിയൊന്നുമല്ല AISF. പിന്നെയല്ലേ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ. അവരെ തകർത്തിട്ട് എന്ത് വേണം നരേന്ദ്രമോദിക്ക്? ABVPക്ക് ഇതൊന്നുമില്ലാതെ തന്നെ അവിടെ ഒരു ജനറൽ സെക്രട്ടറിയെ കിട്ടിക്കഴിഞ്ഞു. AISFനെ നുള്ളാനൊന്നും പോകേണ്ട കാര്യം ABVPക്ക് ഇല്ല. AISF നേതാവ് അങ്ങനെ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചാൽ മതിയല്ലോ, ജാമ്യമെങ്കിലും കിട്ടുമല്ലോ. അത് ചെയ്യുന്നില്ലല്ലോ. ഇതല്ലേ ഇതിനകത്തെ പ്രശ്നം. അപ്പോ രാജ്യദ്രോഹിയായ ഒരു മനുഷ്യൻ, അയാളുടെ പ്രവൃത്തിയും കൂടെ നിങ്ങൾ കണ്ടിരിക്കണം. ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പാർലമെന്റ് ആക്രമണത്തിന്റെ ചെറിയൊരു ദൃശ്യം നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന് കണ്ടോളൂ. दरअसल संसद भवन पर हुआ ये हमला एक आत्मघाती हमला था और इस हमले का सिर्फ और सिर्फ एक ही मकसद था, जो भी सांसद, नेता या मंत्री सामने दिखाई दे उसे मार डालो। और इसी टारगेट को लेकर अब बाकी बचे 4 आतंकवादी लगातार गोलियां बरसाते हुए इधर से उधर भाग रहे। अब तक NSG कमांडो और सेना को भी हमले की खबर दी जा चुकी है। आतंकवादियों से निपटने में माहिर दिल्ली पुलिस की स्पेशल सेल की टीम संसद भवन के लिए कूच कर चुकी है, पर संसद भवन में लाइव ऑपरेशन अब भी जारी था। न्यूज चैनल के जरिए हमले की खबर अब देश विदेश तक फैल चुकी थी। ഈ ദൃശ്യത്തിൽ കാണുന്ന വെടിവെപ്പാണ് പട്ടാപ്പകൽ പാർലമെന്റിന് നേർക്ക് നടന്നത്. 4 പട്ടാളക്കാര് ജീവൻ വെടിഞ്ഞു. തീവ്രവാദികളെ അവർ വധിച്ചു. തീവ്രവാദികളുമായിട്ട് സംസാരിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് പണം കൊണ്ടുവരാനുള്ള ഏർപ്പാട് നടത്തുകയും ചെയ്തു എന്നുള്ള ഫോൺ കോൾസ് കൃത്യമായിട്ട് പോലീസിന്റെ കയ്യിൽ കിട്ടിയതിന്റെ ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നത് എന്നാണ് 2001 പാർലമെന്റ് ആക്രമണം. 2001 അഫ്സൽ ഗുരു പിടിയിലാകുന്നു. 2002 ലോവർ കോർട്ട് അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. 2003 ഹൈക്കോടതി വധശിക്ഷ ശരിവയ്ക്കുന്നു. 2005 സുപ്രീം കോടതി വധശിക്ഷ ശരിവയ്ക്കുന്നു.
2013 8 വർഷത്തിന് ശേഷം പ്രസിഡന്റ് ദയാഹർജി തള്ളി അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നു. അപ്പോൾ മൊത്തം എത്ര വർഷമായി? 12 വർഷം. 12 വർഷം നിയമത്തിന്റെ നൂലാമാലകളിലൂടെയും ഇടവഴികളിലൂടെയും ഒക്കെ കടന്നിട്ട് തൂക്കുമരത്തിൽ എത്തിയ ഒരു മനുഷ്യന് നീതി കിട്ടിയില്ല, അദ്ദേഹം പറഞ്ഞത് കേൾക്കാൻ ആളുണ്ടായില്ല, വക്കീലുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ശരി, ഇനി അങ്ങനെ പറയണമെങ്കിൽ പറഞ്ഞോളൂ. അപ്പോഴും കേരളത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നതിന് ന്യായം എന്താ? അതും അഫ്സൽ ഗുരുവും തമ്മിൽ ബന്ധം എന്താ? അഫ്സൽ ഗുരുവിന്റെ ഡിസൈൻ സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ ഇന്ന് പാർലമെന്റ് മന്ത്രി അവിടെ ഉണ്ടാകുമായിരുന്നു. ഒരു സ്ഫോടനത്തിലൂടെ മുഴുവൻ MP-മാരെയും, അന്ന് പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുഴുവൻ MP-മാരെയും മന്ത്രിമാരെയും കൊല്ലാൻ ഉള്ള പ്ലാനായിരുന്നു അവരുടെ. അത് നമ്മുടെ പട്ടാളവും പോലീസും ചേർന്ന് തടഞ്ഞു. അവരെ അഭിനന്ദിക്കുന്നതിന് പകരം ഈ ഡിസൈൻ നടത്തിയ ആളെ അഭിനന്ദിക്കുക എന്നുള്ള കുറ്റമാണ് സീതാറാം യെച്ചൂരിയും അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളും കൂടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദേശദ്രോഹ പ്രവൃത്തികൾക്ക് നാട്ടുകാർ കൂട്ടുനിൽക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് ഒരു പ്രത്യേക സന്ധിയിലാണ്. പൊളിച്ചെഴുത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നവരെ ഉള്ള സിറ്റുവേഷനാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ പൊളിച്ചെഴുത്ത് നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ഡ്രമാറ്റിക് ആയിട്ടുള്ള പല ഡെവലപ്മെന്റ്സും ഉണ്ടായി എന്ന് വരും. അത് ഈ പൊളിച്ചെഴുത്തിൽ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? ABVPയുടെ പേരിൽ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങിയിരിക്കുന്നു. അവരാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് എന്ന് പറയുന്നു. എന്നാണ് മുദ്രാവാക്യം വിളിച്ചത്? 9-ാം തീയതിയും 10-ാം തീയതിയും. വീഡിയോ ഇറങ്ങുന്നത് 14-ാം തീയതി. ഞാൻ ഈ പറഞ്ഞ മുദ്രാവാക്യങ്ങളിൽ വീഡിയോ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെവിടെ പോയിരുന്നു? അന്ന് എന്തുകൊണ്ട് ഈ വീഡിയോ പുറത്തുവിട്ടില്ല? ആ വീഡിയോ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ABVP കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, പരാതി കൊടുത്തു കഴിഞ്ഞു പോലീസിൽ. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. താമസിയാതെ ആ ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയവർ പിടിക്കപ്പെടും. അപ്പോൾ വീണ്ടും കേരളത്തിൽ ചർച്ച നടക്കും. ഓ, ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയ ആളിനെ ഇങ്ങനെ പിടിക്കാമോ? അത് ഏത് പിള്ളേർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, കമ്പ്യൂട്ടറിലിട്ട് ആർക്കാ ഇത് ഉണ്ടാക്കാൻ പാടില്ലാത്തത്? ഇതെല്ലാം ദേശവിരുദ്ധ പ്രവൃത്തിയാണ്. കമ്പ്യൂട്ടറിലിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ വെറുതെ വിടാനൊന്നും സാധ്യമല്ല. പഠിക്കുകയാണ്, ചെറുപ്പക്കാരനല്ലേ. ഇപ്പൊ നമ്മുടെ D രാജയുടെ മകൾ അപരാജിത, അവരും ഈ കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഡോട്ടർ എന്ന് D രാജ. ദേശദ്രോഹ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് അഭിമാനമുണ്ട് എന്ന് അച്ഛൻ പറയുന്നു. അച്ഛന് ഫ്ളാറ്റ്, സർക്കാർ കൊടുത്ത ഫ്ളാറ്റ് 3 എണ്ണമാണ് വിഠൽഭായ് പട്ടേൽ ഹൗസിൽ. ഈ 3 ഫ്ളാറ്റ് ഉണ്ടായിട്ടും അപരാജിത താമസിക്കുന്നത് JNUവിന്റെ ഹോസ്റ്റലിലാണ്, 11 രൂപ വാടകയ്ക്ക്. വാസ്തവത്തിൽ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണത്. ഡൽഹിയിൽ തന്നെ വീടുള്ളവർക്ക്, സ്വന്തം വീടുള്ളവർക്ക് ഹോസ്റ്റലിൽ അക്കോമഡേഷൻ കൊടുക്കാൻ പാടില്ല JNUയുടെ നിയമം അനുസരിച്ച്. പക്ഷെ D രാജയുടെ മകളല്ലേ, വലിയ നേതാവിന്റെ മകളല്ലേ, കൊടുത്തു, താമസിക്കുന്നു. പ്രവൃത്തി ഇത്. ആ വീഡിയോയും കിടപ്പുണ്ട്. ഇനി അത് ഫേക്കാണെന്ന് പറയുമോ? എന്തെല്ലാം ഫേക്കാണെന്ന് പറയും. ഇതെല്ലാം സി ന്യൂസിന്റെ ടീം അവിടെ പോയിട്ട് എടുത്ത് ലോകത്തിന് കാണാനായിട്ട് പുറത്തുവിട്ട വീഡിയോസാണ്. ഇംപെക്കബിൾ ക്രെഡൻഷ്യൽസ് ഉള്ള പത്രപ്രവർത്തകരാണ് ഇത് ചെയ്തത്. അവരാരും ദേശദ്രോഹത്തെ മൂടിവെക്കാൻ ശ്രമിച്ചില്ല. അവർ തുറന്ന് ജനങ്ങളെ കാണിച്ചു. ഇനി ഞാൻ അവസാനമായി ഒരു വീഡിയോ കൂടി നിങ്ങളെ കാണിക്കാം, അതും കൂടെ ഒന്ന് കണ്ടോളുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേൾക്കുന്നുണ്ടോ ആ ശബ്ദം? ഭാരത് തേരെ ടുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഭാരതത്തെ കഷ്ണം കഷ്ണമാക്കും, അഥവാ ഭാരതമേ നീ കഷ്ണം കഷ്ണമാകും, ദൈവം സാക്ഷി, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. എനിക്ക് പ്രേക്ഷകരോട് ഒന്നും പറയാനില്ല. ഒന്ന് മാത്രം ഞാൻ പറയുന്നു, ഭാരത് മാതാ കി ജയ്. ഇതിൽ കൂടുതൽ ഒരു ഭാരതീയന് എന്ത് മുദ്രാവാക്യം? ഈ അമ്മയുടെ പൂജയ്ക്കായിട്ട് ബലി കൊടുത്ത ജന്മങ്ങളുണ്ട് പോലീസിലും പട്ടാളത്തിലും. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ മുദ്രാവാക്യം ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ പൊളിച്ചെഴുത്ത് സമാപിക്കുന്നു. നമസ്കാരം.